വീശിയടിക്കുന്ന കാറ്റിനോ ആർത്തുലയ്ക്കുന്ന പേമാരിക്കോ പോലും ഉള്ളിലെ കനലിനെ അണക്കാൻ കഴിയില്ല. വീണു പോകാതിരിക്കാൻ വെറുതെ ഒരു പാശ്രമം നടത്തി. ഇല്ല, കാലിന് ശക്തി ക്ഷയിക്കുന്ന പോലെ തലക്ക് കനം കൂടി വരുന്നു. കണ്ണടയ്ക്കുമ്പോൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു കാറ് മാത്രം ഓർമ്മയുണ്ട്. അനു, അനു, ദേ പെണ്ണെ, സമയമില്ല കേട്ടോ. ഈ കുട്ടി ഇത് എവിടെ പോയി? മോളെ അനു. ദേ അങ്കിൾ, ഇതാ ഇപ്പൊ വരാം, ജസ്റ്റ് എ സെക്കൻഡ്. ഓടിപ്പിടിച്ച് വരുന്നവളെ കാണി വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞിരുന്നു അയാൾക്കുള്ളിൽ. വൈറ്റ് ലോങ് കുർത്തിയും ലൈറ്റ് ബ്ലൂ പലാസയും അണിഞ്ഞ് വെളുത്ത് കൊലുന്നതിനൊരു പെണ്ണ്. തോളിന് കുറച്ച് താഴെയായി നിൽക്കുന്ന മുടി ഭംഗിയായി ലെയർ കട്ട് ചെയ്ത് വിടർത്തിയിട്ടേക്കുന്നു. പുരികക്കൊടികൾക്കിടയിലായി കുഞ്ഞു കല്ലുകൊട്ട്, ഭംഗിയായി കറുപ്പിച്ചെഴുതിയ മെഴികൾ. മിതമായ ഒരുക്കത്തിലും വല്ലാത്തൊരു ഐശ്വര്യം നിറഞ്ഞു നിന്നിരുന്നു അവളിൽ. നേരെ എന്തായെന്നറിയോ കുട്ടിയെ വിചാരം? നമ്മുടെ സ്ഥാപനമാണെന്ന് കരുതി നമ്മൾ ഉഴപ്പാൻ തുടങ്ങിയ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണോ? ഇന്നത്തെ മീറ്റിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ നിനക്ക്. കപടദേഷ്യത്തോടെ അങ്കിൾ അത് പറഞ്ഞു നിർത്തുമ്പോൾ വെളുക്കനെ ഒന്ന് ചിരിച്ചു കൊടുത്തിരുന്നു ഞാനും. സോറി അങ്കിളെ, അതുണ്ടല്ലോ ഞാനേ. മതി, ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് കുളമാക്കണ്ട. ഒരിക്കൽ കൂടി നന്നായൊന്ന് ചിരിച്ചു കൊടുത്തിട്ട് ഫുഡിംഗ് പ്രോസസ്സിലേക്ക് തിരിയുമ്പോൾ ഞങ്ങളുടെ പ്രഹസനവും പ്രഭാഷണവും ചിരിയടക്കാൻ പാടുപെടുന്ന ആൻറ്റിയെ നോക്കി കോക്രി കാണിക്കാൻ ഞാൻ മറന്നില്ല. ഞാനാണ് അനുപമ വിശ്വനാഥൻ. ഇതെൻ്റെ പാവം അങ്കിൾ വിശ്വനാഥൻ. പിന്നെ ഇപ്പോൾ ഞങ്ങളെ നോക്കി ആക്കി ചിരിച്ചത് ജാനകി ആൻറ്റി. രണ്ടുപേരും പാവാണ്. അങ്കിള് പക്ഷേ ഇടയ്ക്കിത്തിരി ഗൗരവം കാണിക്കും, പ്രത്യേകിച്ച് ബിസിനസ് കാര്യത്തിൽ. പക്ഷെ വല്ലാതെ മൈൻഡാക്കാറില്ല. ബാക്കിയൊക്കെ വഴിയേ. 10 മണിക്കല്ല അങ്കിളെ മീറ്റിംഗ്. നമ്മൾ സമയത്ത് തന്നെ എത്തിയിരിക്കും. ഡോണ്ട് വെറി അങ്കിൾ. ഒന്ന് ചിരിക്കണ്ടേ ദുർവാസാവേ. ഇന്ന് നിന്റെ ഈ സോപ്പിടൽ ഇവിടെ പതയില്ലാനോ? നിനക്കറിയാലോ ഇന്നത്തെ മീറ്റിംഗ് ഇമ്പോർട്ടൻസ്. ഒരു കാരണവശാലും ഈ പ്രൊജക്റ്റ് നമ്മുടെ കൈവിട്ട് പോകരുത്. പതിവിലധികം ഗൗരവത്തോടെ അങ്കിൾ അത് പറയുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എനിക്കും ഈ പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. മഞ്ഞു പെയ്യുന്ന ആ പുലരിക്ക് പോലും തനിക്കുള്ളിലെ അഗ്നി നോവിനെ ശമിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിയവന്. പാപിയാണ് താൻ. താലി കെട്ടിയവളെ മരണത്തിലേക്ക് തള്ളിവിട്ട മഹാപാപി. ഏതോ ഓർമ്മയിൽ നിൽക്കവേ നിർത്താതെ ചലിക്കുന്ന ഫോണായിരുന്നു ബോധത്തിലേക്ക് എത്തിച്ചത്. ഡിസ്പ്ലേയിൽ തെളിയുന്ന പേര് കാണുമ്പോഴും മുഖത്തെ ആ നിർവികാരതയിൽ മാറ്റമേതും ഉണ്ടായില്ല. ഹലോ മനു, അമ്മയാ? ആ അമ്മ. എന്ത് പതിവില്ലാതെ ഈ നേരത്ത്? ഇത്ര നേരത്തെ ഉണർന്നോ നീ? ഉറങ്ങിയാലല്ലേ അമ്മേ ഉണരേണ്ടതുള്ളൂ. എനിക്കറിയായിരുന്നു ഇന്ന് നിനക്ക് ഉറങ്ങാനാവില്ലെന്ന്. നാളേക്ക് വർഷം 1 ആവുന്നു അവൾ പോയിട്ട്, അല്ലേ? ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നാച്ചാ. നാളെ ചെന്ന് ഒരു ബലിയെങ്കിലും ഇടണം നീ അവൾക്ക് വേണ്ടി. അമ്മേ, ഞാൻ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല മാധവ്. ഇതെങ്കിലും ഇത്രയെങ്കിലും നീ ചെയ്യണം എൻ്റെ കുഞ്ഞിന് വേണ്ടി. അമ്മേ. അവൻ എന്തെങ്കിലും പറയാൻ തുടങ്ങും മുൻപേ മറുതലയ്ക്കൽ ഫോൺ വെച്ചിരുന്നു. കൺഗ്രാറ്റ്സ് ഡിയർ. പൊന്നു കുഞ്ഞെ, നിന്റെ പ്രസന്റേഷൻ പറയാതിരിക്കാൻ വയ്യ. ഞാൻ പോലും വണ്ടടിച്ചു പോയി. ഗ്രേറ്റ് ജോബ് മൈ ഡിയർ. വിശ്വനാഥന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അപ്പോഴേ അങ്കിളിനോട് പറഞ്ഞതല്ലേ, പേടിക്കണ്ട, ഈ പ്രൊജക്റ്റ് നമുക്ക് കിട്ടുമെന്ന്. ഈ അനു ഒരു തടവ സ്വണ്ണ, അത് 100 തടവ സ്വണ്ണ മാതിരിതാ. ടോപ്പിന്റെ കോളർ പോക്കി സിനിമ സ്റ്റൈൽ പറയുന്നവളെ കാണെ വാത്സല്യത്തോടെ ഒന്ന് തലോടിയിരുന്നു അയാളും. വിശ്വേട്ടാ, നാളെ ഒരു വിശേഷമുണ്ട്, അറിയുമോ? അത്യാവശ്യമായുള്ള മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ സഹധർമ്മിണിയുടെ വാക്കുകൾ കേട്ടാണ് വിശ്വൻ ലാപ്പിൽ നിന്ന് തല ഉയർത്തിയത്. എന്ത് ജാനു, എന്ത് വിശേഷം? ഒന്ന് ഓർത്തു നോക്കിയേ. കുസൃതിയോടെ അവരത് പറയുമ്പോൾ യെസ്, ഐ ആം ട്രാപ്ഡ് എന്ന ഭാവേനെ ഉമിനീരിറക്കിയിരുന്നു അയാളും. ഞാൻ അങ്ങനെ മറക്കുമോ എൻ്റെ ഭാര്യയെ? നാളെ നമ്മുടെ വെഡ്ഡിംഗ് ഡേ അല്ലേ? ആ മറുപടി കേൾക്കെ നന്നായൊന്ന് കണ്ണുരുട്ടിയിരുന്നു അവരും. മനുഷ്യ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് പറ. നാളെ അനുമോളുടെ ബർത്ത്ഡേ ആണ്. എനിക്കറിയാലോ, ഞാൻ നിനക്കറിയോ എന്ന് നോക്കിയതല്ലേ. ഓവോ, എന്നാ ഒന്ന് പറഞ്ഞേ, എന്നാ ഏട്ടാ നമ്മുടെ വെഡ്ഡിംഗ് ഡേ? വീണിടം വിഷ്ണുലോകമാക്കിക്കൊണ്ടുള്ള വിശ്വന്റെ മറുപടിക്ക് ജാനുമ്മയുടെ മറുചോദ്യം വല്ലാത്തൊരു അടിയായിരുന്നു. പെട്ട് ഒരവിഞ്ഞ ചിരിയോടെ തന്നെ നോക്കുന്നവനെ കാണെ ചിരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവരും. ഹലോ അനു മാം, ഞാൻ ഹരിയാണ്. ആ പറയൂ ഹരി. നാളെ ന്യൂ പ്രൊജക്റ്റിന്റെ വെരിഫിക്കേഷൻ ടീമായുള്ള മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ. സോറി ഹരി, നാളെ ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആണ്. താൻ അങ്കിളിനോട് കോണ്ടാക്ട് ചെയ്യൂ. ഓക്കെ മാം. കൂടുതൽ സംസാരത്തിന് ഇട നൽകാതെ അവൾ ആ കോള് കട്ടാക്കിയിരുന്നു. കണ്ണടച്ചുകൊണ്ട് ഹെഡ് ബോർഡിലേക്ക് ചാരുമ്പോൾ മറക്കാനേറെ ഇഷ്ടപ്പെടുന്ന ഭൂതകാലം മനസ്സിൽ നിറയുകയായിരുന്നു.
നാളെയാണ് ആ ദിവസം, എൻ്റെ ജീവിതത്തിലെ കറുത്ത ദിവസം. തൻ്റെ AC ക്യാബിനിൽ ഇരിക്കുമ്പോഴും വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു മാധവ്. അച്ഛൻ ചെറുതിലെ നഷ്ടപ്പെട്ട തനിക്ക് എല്ലാം അമ്മയായിരുന്നു. ആ അമ്മയാണിന്ന് ICUവിൽ ജീവനു വേണ്ടി മല്ലിടുന്നത്. എല്ലാം തൻ്റെ തെറ്റാണ്. ഒഴിവാക്കേണ്ടതിനെയെല്ലാം ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കണം. പെട്ടെന്ന് ക്യാബിൻ തുടർന്ന് ഡോക്ടർ അശോക് കയറി വരവേ തലയുയർത്തി നോക്കുന്നവന്റെ കണ്ണിൽ ഒരേ സമയം ഭയവും ദൈന്യതയും നിറഞ്ഞു നിന്നു. അശോക് പോയിസൺ സ്പെഷ്യലിസ്റ്റാണ്. അജു, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? മനു, നീ സമാധാനത്തോടെ കേൾക്കണം. സാധാരണ കേസുകളിൽ ഇങ്ങനെ തുറന്നു പറയാറില്ല. ബട്ട് ഇവിടെ താനും ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാനൊന്നും മറക്കുന്നില്ല. നീ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയടാ അജു. അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അമ്മയുടെ ഉള്ളിൽ എത്തിയിരിക്കുന്നത് കെറ്റാമിക് ഡ്രഗാണ്, അതും ഹെവി ഡോസ്. നോർമൽ കേസിൽ തന്നെ ഇത് കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ എത്രമാത്രം ഉള്ളിലെത്തിയെന്ന് അറിയണമെങ്കിൽ ലാബ് റിപ്പോർട്ട് വരണം. എല്ലാം കേട്ട് തകർന്നിരുന്ന മാധവ് കണ്ണടക്കാൻ നോക്കുമ്പോൾ എല്ലാം മീരയുടെ മുഖമായിരുന്നു ആ മനസ്സിൽ. ഇല്ലാജു, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ മാധവില്ല. അതിനൊക്കെ മുന്നേ വേറെ പലതും ചെയ്യാനുണ്ട്. മനു, നീ ചാടിക്കയറിയൊന്നും ചെയ്യല്ലേ. സത്യാവസ്ഥ ഇപ്പോഴും നമുക്കറിയില്ല. ഇതിൽ കൂടുതൽ ഇനി എന്തറിയാനാടാ? മാധവന്റെ മുഖത്തെ ഭാവം കണ്ട് അജു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. കൊടുങ്കാറ്റ് പോലെ ക്യാബിൻ തുറന്ന് പുറത്തോട്ട് പോകുന്നവനെ കാണെ നിസ്സഹായമായി നോക്കി നിൽക്കാനേ അവനുമായുള്ളൂ. മുഖത്തേറ്റ് പ്രഹരം താങ്ങാനാവാതെ വേച്ചു പോയിരുന്നു മീര. മുന്നിൽ കലിതുള്ളി നിൽക്കണ മാധവനെ കാണെ വല്ലാതെ തേങ്ങിപ്പോയി ആ പെണ്ണ്. മനുവേട്ട, ഞാൻ... ആ വാക്കുകൾ പൂർത്തിയാക്കും മുന്നേ അവളുടെ കഴുത്തിൽ പിടിമുറുക്കി ചുമരോട് ചേർത്തിരുന്നു അവൻ. മരുമകളായില്ല, മകളായില്ലടി എൻ്റെ അമ്മ നിന്നെ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ആ അമ്മയെ നീ... മാധവ്, വിടടാ, അവൾ ചത്തുപോകും. തടയാനൊരു ശ്രമം നടത്തിയിരുന്നു അശോക്. ചാവട്ടെടാ, അല്ലേലും ഇവൾക്കൊന്നും ജീവിക്കാനുള്ള അർഹതയില്ല. മനു, നീ അവിവേകമൊന്നും കാണിക്കല്ലേ. ഇതൊരു ഹോസ്പിറ്റലാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്കാണെന്നറിയവേ അവൻ കൈ അവളുടെ കഴുത്തിൽ നിന്നും പിൻവലിച്ചു. ആ നിമിഷം പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്നു ആ പെണ്ണ്. അല്ലേലും മനു പറഞ്ഞത് തന്നെയാ ശരി. ഇവളൊക്കെ ജീവിക്കുന്നതിലും ഭേദം ചത്തു തൊലയുന്നത് തന്നെയാ നല്ലത്. പെറ്റു വീണപ്പോഴേ അമ്മയെ കൊന്നു. ഇപ്പോ അമ്മയെ പോലെ സ്നേഹിച്ച മറ്റൊരാളെ കൊല്ലാൻ നോക്കി. രവീന്ദ്രൻ, മീരയുടെ അച്ഛൻ കോപത്തോടെ പറഞ്ഞു. അച്ഛ, ഞാനല്ല അമ്മേനെ. മീര വാക്കുകൾക്ക് വേണ്ടി പരതി, വല്ലാത്തൊരു നോവോടെ. മിണ്ടൊരു ദിവസത്തെ, എനിക്കിനി ഇങ്ങനൊരു മകളില്ല. പോയി ചാവടി. ഭൂമിയുടെ ഭാരമെങ്കിലും ഒന്ന് കുറയട്ടെ. വാക്കുകൾ ഓരോന്നും ചാട്ടുളി പോലെ നെഞ്ചിൽ തറക്കുന്ന പോലെ തോന്നി ആ പെണ്ണിന്. ഒരാശ്രയത്തിനായി അവൾ ചുറ്റും നോക്കി. തൻ്റെ ചുറ്റിലും തന്നെ വീക്ഷിക്കുന്ന കണ്ണുകളിൽ സഹതാപവും വെറുപ്പും മാത്രം. ഒന്നും താങ്ങാനാകാതെ അവൾ മിഴികൾ ഇറുക്കി അടച്ചു. അടുത്തുള്ള കസേരയിലേക്ക് ഊർന്നിരുന്നു. ഡോറിൽ തുടരെയുള്ള കൊട്ടുകേട്ടാണ് അനു കണ്ണു തുറന്നത്. ടേബിളിൽ പരതി ഫോൺ എടുത്ത് ടൈം നോക്കി. 12 മണി. പിടഞ്ഞെഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. ദേവിയെ, ആരാണ് ഈ പാതിരാത്രിക്ക്? ഇനി ആൻറ്റിക്ക് വല്ല വയ്യായികയും? വേഗം ചെന്ന് ഡോറ് തുറന്നതും പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. സർപ്രൈസ്, ഹാപ്പി ബർത്ത്ഡേ അനുക്കുട്ടി. അടിപൊളി. ആൻറ്റിക്ക് വല്ല വയ്യായികയുമാണെന്ന് പേടിച്ചാണ് കതക് തുറന്നത്. അപ്പോൾ ഇതാണ് പരിപാടി. ഇപ്പോൾ ഞാൻ ആരായി? ശശിയുടെ പെങ്ങളോ അതോ സോമന്റെ കുഞ്ഞമ്മയോ? നോക്കിയപ്പോൾ എല്ലാവരുമുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷന്. എന്താ അനുസേ, നീ ഇങ്ങനെ പന്തം കണ്ട പെരുച്ചാഴിനെ പോലെ നിൽക്കണേ? ഇന്ന് എൻ്റെ ആജന്മ ശത്രുവിൻ്റെ ബർത്ത്ഡേ എന്ന് കുറച്ചു മുന്നെയാണ് അറിഞ്ഞത്. അപ്പോഴും ഞാൻ ഈ സർപ്രൈസ് പ്ലാൻ ചെയ്തതാണ്. എന്നാലും എൻ്റെ കുഞ്ഞെ, നിനക്കിത് ഇത്തിരി നേരത്തെ പറയാമായിരുന്നില്ലേ? ദോ, ആ പറഞ്ഞ മുതലാണ് ദീപക് എന്ന ദീപു, എൻ്റെ കഞ്ഞിയിലെ പാറ്റ. ഓഹോ, അപ്പൊ പണി ഈ മരപ്പട്ടിയുടെ പണിയാണല്ലേ? ഇവൻ ദീപക്, വിശ്വൻ അങ്കിളുടെ ക്ലോസ് ഫ്രണ്ട് ദേവൻ അങ്കിളുടെയും സീതാന്റിയുടെയും പുന്നാരപുത്രൻ. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ കുറച്ചു മുന്നേ പറഞ്ഞ എൻ്റെ കഞ്ഞിയിലെ പാറ്റ. ഇപ്പോൾ ആളെപ്പറ്റി ഏകദേശ ധാരണ ആയില്ലേ? ബാക്കി വഴിയേ. അല്ല, മോളിത് എന്താലോചിച്ച് നിൽക്കുക? വന്ന് കേക്ക് കട്ട് ചെയ്യ്. ഇതാണ് സീതാന്റി. അല്ല ആൻറ്റി, അത് ഞാൻ... വാചകമൊക്കെ പിന്നെയാവാം, വന്ന് കേക്ക് മുറിക്ക്. ജാനുവിൻ്റെ ഇടയിൽ കയറി പറയവേ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കേക്ക് കട്ടാക്കി അങ്കിളിനും ആൻറ്റിക്കും കൊടുത്തു. അവർ പപ്പാതിയെടുത്ത് എനിക്കും തന്നു. പിന്നെ അവിടെ ജഗപുകയായിരുന്നു. കേക്ക് മുഖത്ത് തേക്കലുമൊക്കെയായി സെലിബ്രേഷൻ പൊളിച്ചു. രവീന്ദ്രന് എത്ര കിടന്നിട്ട് ഉറക്കം വന്നില്ല.
അയാൾ കത്തിച്ചു വെച്ച നിലവിളക്കിന് പുറകിലുള്ള ഫോട്ടോയിലേക്ക് നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മീര. അറിഞ്ഞില്ല മോളെ അച്ഛനൊന്നും. എല്ലാം കൂടി എൻ്റെ കുട്ടിയെ ചതിക്കായിരുന്നുവെന്ന്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒന്നാണല്ലോ. അറം പറ്റിപ്പോയല്ലോ കുഞ്ഞെ അച്ഛൻ്റെ വാക്കുകൾ. നിശബ്ദമായി അയാൾ തേങ്ങി. അല്ല വിശ്വ, ഞങ്ങൾക്ക് തരാമോ അനൂനെ? ഞങ്ങളുടെ ദീപുവിൻ്റെ പെണ്ണായിട്ട്, മരുമകളായിട്ടല്ല മകളായിട്ട് നോക്കിക്കോളാം ഞങ്ങൾ. ദേവൻ ചോദ്യരൂപനെ വിശ്വനാഥനോട് ചോദിച്ചു. ദേവ, അതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ മോളോട് ചോദിക്കാതെ എങ്ങനെയാ? അയ്യോ വിശ്വ, ഞാനൊരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇതേ സമയം നടന്നതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് അനു. തൻ്റെ ബർത്ത്ഡേ താൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാള്. എന്തൊരു വിരോധാഭാസമല്ലേ. എന്നേലും എല്ലാം എല്ലാവരും അറിഞ്ഞാൽ വീണ്ടും വെറുക്കപ്പെട്ടവളാകില്ലേ? കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചു. എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ തന്നാൽ മതിയോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ അനുവിൻ്റെ നെഞ്ചിൽ വെള്ളിരി വെട്ടി.